ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം പുതിയ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ ഇറങ്ങിയത്. ഇന്നലെ ലോക എന്നാണ് പേര്. കല്യാണി നസ്ലനും അല്ലടാ അത്. കല്യാണി നസ്ലൻ ഒരു ആവശ്യവും ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആന്തടാ അവൻ കിടിലല്ലേ. എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു. എടാ ഇഷ്ടമല്ല എനിക്ക്. എനിക്ക് അവൻ എന്തോ അവന്റെ ക്യാരക്ടേഴ്സ് പലതും അവൻ ഇത് ചെയ്യണുണ്ട്, എല്ലാം ഓക്കെയാണ്. അവനൊരു ഫാൻ ബേസ് എല്ലാം ഉണ്ട്. പക്ഷെ ചില ഭാഗത്തൊക്കെ ഇത്തിരി ഓവറാണ്. അതുപോലെ ഈയിടെ കിട്ടേണ്ട റോളിലൂടെ അവന് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരി തന്നെ, ഞാൻ സമ്മതിച്ചു. കല്യാണി മറ്റേ ശേഷം മൈക്കിൽ മറ്റേ കമന്റ് പറയണത് അതെങ്ങനെ ഇരിക്കണം. കല്യാണി തന്നെയല്ലേ നമ്മുടെ ഹൃദയത്തിലൊക്കെ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലടാ, ഇവന്റെ ക്യാരക്ടർ വൈസ് അവൻ ഇതുണ്ടല്ലോ. പക്ഷെ ഇവൻ ഇപ്പൊ കിട്ടേണ്ട, ഇവനിപ്പോ ഒരു സ്റ്റാർഡം കിട്ടിയല്ലോ. അത് പക്ഷെ ഇവനെക്കാളും കഴിവുള്ള വേറെ പലര് ഇൻഡസ്ട്രിയിലുണ്ട്. അത് പക്ഷെ പലരും അർഹിക്കുന്നുണ്ട്. അത് ഇവനിൽ കിട്ടിയത് എനിക്ക് ഇത്തിരി ജാടമുണ്ട്. ഇല്ല ജാട എനിക്കൊരു അഹങ്കാരം. എനിക്ക് ഇഷ്ടമല്ലടേ ഇവനത് വെച്ചോണ്ടിരിക്കും. അവൻ നല്ലപോലെ അഭിനയിക്കണുണ്ട്, നല്ല സിനിമയും കിട്ടണുണ്ട്. എടാ അത് പിന്നെ പോയിക്കൊണ്ട് കഴുത്തി കയറി ഇങ്ങനെ പിടിച്ചാ കാര്യത്തിലോട്ട് പോയി. ഇതൊക്കെ എടാ ഞാൻ നടന്നു പോകുമ്പോ എന്റെ കഴുത്തിൽ സെൽഫി എന്ന് പറഞ്ഞ ഒരുത്തം കയറി ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചാൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടൂല. പിന്നെ അതൊന്നും പ്രശ്നമില്ല. എടാ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ചോദിക്കണം, ഒരു ഫോട്ടോ എടുത്തോട്ടെ. അല്ല അവൻ ചോദിച്ചിട്ടല്ല, ബാക്കിൽ നിന്ന് അവൻ ഫോട്ടോ എടുത്ത് അവൻ നിന്ന് അടുത്ത വന്നപ്പോ ഇങ്ങനെ ചേർത്തങ്ങ് പിടിച്ചിട്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ സ്റ്റാർ ആയാലും നമ്മളൊരു മനുഷ്യരല്ലേ, അങ്ങനത്തെ ഉള്ള പ്രശ്നം അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവനെക്കാളും കഴിവുള്ള ആൾക്കാരുണ്ട്. അത് പാർക്കാണില്ല. ഇപ്പം ഒന്നുമില്ല പറയാ. എടാ കഴിവുണ്ട്, യവന് കഴിവുണ്ട്. ഇതിലോട്ട് വാ, ലോകം എന്നാണ് ഇതിന്റെ പേര്. ലോക എന്നാണ് സിനിമയിലെ ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പൊ ഈ ദുൽഖറിന്റെ അമ്മ വെയ്ഫർ ഫിലിംസിന്റെ അല്ലെ, അങ്ങനെയല്ലേ പേര്, വെയ്ഫർ ഫിലിംസിന്റെ ഒരു യൂണിവേഴ്സ് ആണ് ഇവിടെ തുറക്കാൻ പോകുന്നത് അല്ലേ. അതിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണത്. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ചന്ദ്ര. അപ്പൊ ഇതിലെ ഫസ്റ്റ് സെൻട്രൽ ക്യാരക്ടറായിട്ട് വരണത് ഒന്ന് കല്യാണി പ്രിയദർശനും, മറ്റേത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്നും ഇല്ല പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് പേടിയാവും. എടാ അപ്പം ഒരു കൽക്കി പോലത്തെ ഒരു പോസ്റ്റർ അല്ലേ. കൽക്കി ശരിയാണ് അതാണ് കൽക്കി പോലത്തെ, സെയിം കൽക്കി പോലത്തെ. ഇനി അങ്ങനത്തെ എന്തെങ്കിലും യൂണിവേഴ്സിന്റെ വേറെ എന്തെങ്കിലും പരിപാടിയാണ്. പട്ടാളക്കാരൊക്കെ എന്തോ നിപ്പുണ്ട്. ശരിയാ, യുദ്ധം പോലത്തെ സംഭവം എന്തൊക്കെയാ പൊട്ടിത്തെറിക്കുന്നു. പിന്നെ അവളുടെ ഡ്രസ്സ്, കല്യാണിയുടെ ഡ്രസ്സ് കണ്ടിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതുപോലെ ഒരു പ്രൊട്ടക്ട് ചെയ്യണ ഒരാളെ പോലെ. പിന്നെ നസ്ലൻ അത് കണ്ട് പേടിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നൊരു വാറ് ഫ്യൂച്ചറിസ്റ്റിക് വാച്ചായിരിക്കും. കൽക്കിയിൽ എന്തെല്ലാം ഇട്ടേക്കണത്. എന്തെല്ലാം കോസ്റ്റ്യൂംസ് നോക്കുമ്പോ കൽക്കി പോലത്തെ ഒരു സെറ്റപ്പിലാണ് പടം പോണത്. ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഇനി ഇതില് കൽക്കിയിലെ ദുൽഖർ വരുമെന്ന് അറിഞ്ഞുകൂടാ. എടാ പോടാ, അതെ യൂണിവേഴ്സിറ്റി, ഇതിനകത്ത് ദുൽഖർ ക്യാമിയോ ഉണ്ട്. കാണും എല്ലാത്തിലും കാണും. ചിലപ്പോ എല്ലാ ചാപ്റ്ററിലും കാണും ക്യാമിയോ. ഇത് കല്യാണി ഒരു സൂപ്പർ ഹീറോ പോലെ നിൽക്കുന്നത്. അതുപോലെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിൽക്കുന്നത്. കൽക്കിയില് മറ്റേ അത് പ്രഭാസിനെ ട്രെയിൻ ചെയ്യണ ആള്, എടുത്ത് വളർത്തണം. ഡയലോഗ് മറന്നുപോയി, പിടിച്ചോണ്ടോ. അത് വേറെ സിനിമ. ഇത് കണ്ടപ്പോ അതുപോലെ തോന്നി. അതേ ഒരു അവസരം കിട്ടിയ 44 എന്നല്ലേ എഴുതിയേക്കണത്. എന്തോ ഒരു ശൂലം പോലിരിക്കുന്ന ഒരു സിമ്പിൾ 44. അപ്പോ ക്യാപ്ഷൻ അൺവീലിംഗ് ലോക, എ വേൾഡ് വെയർ ലെജൻഡ്സ് കം അലൈവ്. അപ്പൊ ഇനിയും ലെജൻഡ്സ് വരാനുണ്ടെന്ന് അർത്ഥം.
മമ്മൂക്കാണോ? ദുൽഖറിന്റെ പ്രൊഫഷൻ തിയേറ്റർ എടാ സാധാരണ സിനിമയല്ലേ? സിനിമയാണ്, പക്ഷെ ഓരോ ചാപ്റ്റർ ആയിട്ട് ഓരോ യൂണിവേഴ്സ് ആണ്. ഇപ്പൊ യൂണിവേഴ്സ് കയറി മാർവലിന് ശേഷം ഇപ്പൊ മലയാളം പിടിച്ചോണ്ടിരിക്കും. മാർവൽ എവിടെ കിടക്കണ്? എവിടെ കിടക്കണം? അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ലല്ലോ, പോസ്റ്റർ മാത്രമേ വന്നുള്ളൂ, പിന്നെ പറഞ്ഞേ ഉള്ളൂ. അത് തന്നെ, നമുക്ക് ഇതിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ. നിന്റെ എടാ നിനക്കിപ്പോ അഭിപ്രായം പറഞ്ഞില്ല, അതുപോലെ എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞു. അതൊന്നും എത്ര കമന്റ് ബോക്സ് നോക്കിയില്ല. അതൊരു വെറൈറ്റി. സുരഭി ലക്ഷ്മി, ജിതിൻ ലാല്, നായർ വിശാഖ് മറ്റേ ആയിട്ടുണ്ട്. ഇനി കമന്റ് ഇട്ടവര് ഈ പടത്തിൽ കാണും. ഞാനിട്ടുണ്ട് കമന്റ്. ഒരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് ലോക എന്ന് പറയുന്ന സിനിമയുടെ വിശേഷം. അപ്പൊ ഇനി അന്യദിന മ്യൂസിക് ആണോ ഈ പടത്തിൽ? അത് ശരിയാണോ? കൊള്ളായിരുന്നു. അല്ല ഇതൊരു ക്ലാസ് കൂടെ മാസാക്കി വെക്കാനാ കയറ്റി. അല്ല ഇപ്പൊ അനിരുദ്ധ അല്ലേ ഇനിയിപ്പോ അത് മാസ് പടമാണോ നമുക്ക് എങ്ങനെ അറിയാം? അല്ലേ ഇതിപ്പം ഇപ്പൊ വന്ന് ഏത് പടം ഇറങ്ങിയാലും കമന്റിൽ എല്ലാരും ഇപ്പൊ ഒരു പടം ഇറങ്ങി ഒന്നല്ലെങ്കിൽ ജാക്സ് ബിജോയ് ബിജയം ചെയ്യണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അനിരുദ്ധ് വേണം, അല്ലെങ്കിൽ സുശീൽ ശ്യാമു വേണം. ഇതില്ലാതെ ഇപ്പൊ ഒരു പടം ഇറക്കാൻ പറ്റുന്ന അവസ്ഥ. ദീപദേവന് ആർക്കും വേണ്ട. ദീപദേവ ശരിയല്ല. അങ്ങനെയല്ല പറഞ്ഞ ദീപദേവ ഒരു തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പറഞ്ഞതേ ഒരു പടം ബീജം കൊണ്ട് ലിഫ്റ്റ് ആവാൻ പറ്റൂല. അത് എനിക്കൊരു വിശ്വാസം. കാര്യം ജയിലറിന് എന്തിനാണ് സംഭവിച്ചത്? അതന്നെ ജയിലർ ലോക തോൽവി. തിയേറ്ററിൽ കാണാനേ ഉള്ളായിരുന്നു പടം. 5 മിനിറ്റ് 10 മിനിറ്റ് അപരാധമായി. ഇത് മതി. അടുത്തേല് പറയാം, അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പം പുതിയ അപരാധങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. കാര്യങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം.